നിർണായകമായ ഒരു പത്രസമ്മേളനത്തിലേക്ക് പോവാണ്. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ നാസർ വാർത്താസമ്മേളനത്തിലേക്ക് തിരികെ അദ്ദേഹം 75 വയസ്സ് പ്രായമായതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നത്. അങ്ങനെ ഒഴിവാകുന്നതിനെ തുടർന്ന് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ തുടർന്നുള്ള നാളുകളിൽ പ്രവർത്തനം നടത്തണം എന്ന രൂപത്തിലാണ് തീരുമാനിച്ചത്. അതിനുശേഷം ആ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരണമെന്നും ജില്ലാ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കണമെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ പങ്കെടുക്കണം, ക്ഷണിതാവായി പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന രൂപത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് തയ്യാറായത്, ഞങ്ങൾ ക്ഷണിക്കാനില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ പ്രത്യേക ഓഫീസ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിൻ ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തിയത് അദ്ദേഹമാണ്. ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ, അദ്ദേഹമായിരുന്നു. എത്രയോ യോഗങ്ങൾ ഈ മണ്ഡലത്തിൽ മുഴുവൻ നടന്ന അദ്ദേഹം പ്രസംഗിച്ചിരുന്നു, എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു. പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ നാടാണല്ലോ. അതിന്റെ രക്തസാക്ഷി വാരാചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്, അതിൽ സ്ഥാപനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ല. ആ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട വളരെ വികാരപരമായ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഒക്ടോബർ 27-ാം തീയതി വലിയചൂടുകാട്ടിൽ നിന്ന് ദീപശിഖ കൊളുത്തി വയലാറിലേക്ക് കൊണ്ടുവന്നു. VS ആയിരുന്നത് ഉദ്ഘാടനിച്ചിട്ടുണ്ട്. VSന് സുഖമില്ലാതെ വന്ന അന്ന് മുതൽ ആ ദീപശിഖ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും നിയോഗിച്ചതും സഖാവ് ജി സുധാകരൻ സാഹിബിനെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആ സഖാവിൻ്റെ അവഗണനയുണ്ടെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ നിയോഗിക്കുമോ, ഞങ്ങൾ തീരുമാനിച്ച് നടത്തുമോ? ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരു കാരണവശാലും ആ സഖാവിനെ ഏതെങ്കിലും രൂപത്തിലുള്ള അവഗണന ആ സഖാവിൻ്റെ എന്നോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങൾ സമയം കണ്ടെത്തി അദ്ദേഹം സഹകരിച്ചപ്പോൾ എല്ലാം പോകുന്നു. പിന്നെ സുഖമില്ലാതെ വരികയും ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് അദ്ദേഹം. അത് തന്നെയല്ല എന്തുമാത്രം പൊതുപരിപാടികളാണ് ഈ 5 വർഷം. ഇതുകൂടാതെ തന്നെ എത്ര പൊതുപരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കാത്ത പൊതുപരിപാടികളുണ്ടോ? എത്ര പരിപാടികളിലാണ് അദ്ദേഹം നമ്മുടെ ജില്ലയിൽ പങ്കെടുത്തുകൊണ്ടത്? നമ്മൾ പാർട്ടിയുടേതും പാർട്ടി അല്ലാത്തതും. കാരണം അദ്ദേഹം ഒരു പൊതുവെ അംഗീകാരം ഉള്ളവരാണ് സാംസ്കാരിക രംഗത്തും മറ്റു മേഖലയിലൊക്കെ ഉള്ള എത്രയോ ലൈബ്രറികളുടെ പരിപാടികൾ, എന്തെല്ലാം പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഒരു അവഗണനയും, എന്തെങ്കിലും ഒരു അവഗണന ഉണ്ട്, എന്നോട് അവഗണന കാണിക്കുന്നു എന്നൊരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. പറഞ്ഞില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാരണം അതിൻ്റെ പൂർത്തീകരണം ബ്രാഞ്ചിൽ നമ്മൾ പൂർത്തീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാൽ മതി, എന്നെ ഘടകത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഒരു ഘടകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുവരെ ആലപ്പുഴ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ ഇല്ലാത്തൊരു ഘടകം, അഭിഭാഷകരെല്ലാം കൂടെ ചേർത്തൊരു ഘടകം കൂടെ ഉണ്ടാക്കി ആ ഘടകത്തിനകത്ത് സഖാവ് ജി സുധാകരനെ ഉൾപ്പെടുത്തി വരുന്നു. അതിൻ്റെ സ്ക്രൂട്ടണി യോഗം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. ആ സ്ക്രൂട്ടണി യോഗത്തിൽ ആ സഖാവ് സുഖമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിലും ആ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലവിയും പരിസംഖ്യയും മേടിച്ചത് പുതുക്കാനും തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് പക്ഷേ അവിടുത്തെ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് വെച്ചാൽ ഫാറം വീട്ടിൽ കൊടുത്തു, പൂരിപ്പിച്ചാർമാർ. അതും തരണം, ലവിയും തരണം. അപ്പോൾ അവരോട് പറഞ്ഞു, ശരി ഞാൻ DC കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതിനുശേഷം പിന്നെ
ഞാൻ ചാനലിലൂടെയാണ് കാണുന്നത്. ചാനലിൽ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പുതുക്കുന്നില്ല വിവരം നമ്മളറിയുന്നത്. എങ്ങനെയാണ് വിവരം അറിഞ്ഞാൽ നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിൽ ഫൈനലൈസ് ചെയ്യുന്നത് DC ആണല്ലോ. ജില്ലാ കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് ഫൈനലൈസ് ചെയ്യുന്നത് സ്ക്രൂട്ടണി. ആ ഫൈനലൈസ് ചെയ്യുന്ന ഘടകത്തിൽ ഞങ്ങൾ കടന്നിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയാണ് ബ്രാഞ്ച് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അംഗീകരിക്കണമെങ്കിൽ ലവ്യം പരിസംഖ്യ അടയ്ക്കണം, ഫാറവും പൂരിപ്പിച്ചായിരുന്നു. അത് തന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹം ഇത് ഒഴിവാകുന്നു എന്നൊരു വിധത്തിലേക്ക് പറഞ്ഞു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പരിപാടിയില്ല. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇപ്പോഴും പുതുക്കിയല്ലോ, ബ്രാഞ്ചിൽ പുതുക്കി മെമ്പർഷിപ്പ്. അദ്ദേഹം ഫാറവും തരാത്തത് കൊണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് ഒഴിവായത്. അപ്പം ഒരു രൂപത്തിലുമുള്ള ഒരു അവാർഡിനെയും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാവില്ല, കുറേ നാളുകളായിട്ട് തന്നെ അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ അതിന് സഹായകരമായ രൂപത്തിലേക്കാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നതും അവഗണിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ആ രൂപത്തിലാണ്. സ്വാതന്ത്ര്യസമനെ പോലുള്ള സഹാവിനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്നലെയും പോയി പറഞ്ഞു, അദ്ദേഹം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കാരണം വേറൊരു സാധാരണ പാർട്ടി നേതാവ് പാർട്ടിക്കാരനല്ല. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അങ്ങനെയുള്ള നേതാവ് മാർക്സിസം ലെനിനിസത്തെക്കുറിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള സാർ, കൃത്യമായി അതിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വളരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് സഹാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സഹാവാണ് അല്ലേ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഗൗരവമുള്ള പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാർ, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു സഖാവിന് പോലും അപജയം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പുതിയ പാഠം ഞങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഇങ്ങനെ ഒരു സഖാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകാൻ പാടില്ലാത്തത്. കാരണം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നതല്ലേ, മാർക്സിസത്തെ കുറിച്ച് ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ തത്വശാസ്ത്രം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂറ് 63 വർഷക്കാലം അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുക, അതിൻ്റെ എല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുക, ബഹുജന സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുക. ഇതൊക്കെ ചെറിയ കാര്യമാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവയവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംവിമർശനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് വലിയ ഒരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൽ പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് പറ്റി പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്മാറുമെന്നുള്ളത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്മാറുമോ എന്നുള്ളത് ഇനി ഒരു ദിവസം കാണാം. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇനിയും ചിന്തിക്കാം. ഇനി ചിന്തിച്ചാൽ അങ്ങനെ മാറാം. ഇപ്പോഴും വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. പത്രസമ്മേളനത്തിന് ശേഷം മത്സരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇന്നലെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ സംസാരിച്ചു. സാധാരണഗതി നമ്മളങ്ങനെ ആരും നമ്മളെ പോകത്തില്ല. ഞാൻ അങ്ങനെ പോയി അവിടെ സംസാരിക്കുന്ന കാര്യമില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, അതായത് 10-25 പേരടങ്ങുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകൾ അദ്ദേഹത്തെ തുടർച്ചയായിട്ട് അധിക്ഷേപിക്കുന്നു, അദ്ദേഹത്തിന്റെ പിതാവിനെ അധിക്ഷേപിക്കുന്നു, അങ്ങനെ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില വസ്തുത ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധയപ്പെട്ടു. കാരണം അത് ചില വാട്സാപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതെല്ലാം എൻ്റെ ശ്രദ്ധയപ്പെട്ടു, ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയപ്പെട്ടു. പക്ഷേ അവരെയൊക്കെ ഞങ്ങളെ താക്കീതിട്ടുണ്ട്.
ഒരാളെ ഞാൻ തന്നെ പോയി നേരിട്ട് പോയിരുന്നിട്ടാണ് അയാൾ ഒരു ലോ കമ്മിറ്റി മെമ്പർ ഏരിയ കമ്മിറ്റിയിൽ കൂടി ഏരിയ കമ്മിറ്റിയിൽ വിശദീകരണം ചോദിച്ച് നടപടിയെടുത്തു. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞ അതാ പറഞ്ഞ ഇപ്പം ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തെ മോശപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഏത് കാര്യത്തിലും ഞങ്ങളുടെ ശ്രദ്ധയെ വന്നിട്ട് വരാത്ത പേരുണ്ട്. വന്നതിനെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ടുണ്ട്. മര്യാദ കാണിക്കരുത് എന്ന് പറഞ്ഞ് ചിലരെ ശാസിച്ചു, ചിലരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, ചിലരെ സംഘടനാപരമായ നടപടിക്ക് വിധേയമാണ്. കാലങ്ങൾ മുമ്പേ ഇദ്ദേഹം പാർട്ടി വിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. കോട്ടയത്ത് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ഒരു പാടി ഓഫീസ് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയും പാതി വഴിയിൽ പാർട്ടി ഇടപെട്ടതിൽ പിന്തിരിച്ചു പോവുകയുമായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ നേരത്തെ കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കാൻ അതെനിക്കറിയാൻ പാടില്ല. ഇപ്പൊ പുതിയ അറിവാണ്. ഞാൻ പറയട്ടെ, അതിപ്പോൾ നമ്മൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നമ്മളെടുത്ത സമീപനം എന്താ? തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം, എടുക്കണം. നിലവിൽ ഒരു ടൈമൊക്കെ മത്സരിച്ചവർ വീണ്ടും ഒരു ടൈം കൂടെ കൊടുക്കണം. ഒരു ടൈം മത്സരിച്ചാണെ നമുക്കൊരു ഒഴിവാക്കാൻ ഒക്കുമോ? നമ്മൾ 2 ടൈം ചിലരെ വീണ്ടും തന്നെ അവർ നിർത്തേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടങ്ങളിൽ നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്, എല്ലാ മണ്ഡലവും നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇപ്പം നിലവിലുള്ള MLA-മാർ. അപ്പോൾ അവരായിരിക്കും കുറേ കൂടെ സ്വീകാര്യരായിട്ടുള്ളത് ആ മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ. അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിലരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അപൂർവം ചില ഇതിനെ പരിചരിച്ചിട്ടുണ്ട്. മന്ത്രിമാരായി മത്സരിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ 3 ടൈമിലേക്ക് മത്സരിക്കുന്നു. അവർക്ക് അധികാരം മോഹമില്ല. അവർ കാശിക്ക് പോകാനാണ് മത്സരിക്കുന്നതെന്നാണ് തുടർച്ചയായി മത്സരിക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെ പറയാം, അതേതായാലും പറയാൻ കഴിയും. കാര്യം ഇതിൻ്റെ മുഖ്യമന്ത്രി മത്സരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മത്സരിക്കാൻ പാർട്ടി BB തീരുമാനിച്ചാണ്. ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇപ്പം ഇല്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ തുടർന്ന് നയിക്കണം. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഇങ്ങനെ നവകേരളത്തിൻ്റെ ശില്പിയാണ് അദ്ദേഹം. ഈ നവകേരളത്തിൻ്റെ ശില്പിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കണം. അതിനുള്ള എക്സെപ്ഷൻ കൊടുത്ത് നിൽക്കും. മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇളവ് കൊടുത്തല്ലേ? യോഗ്യത ഇല്ലായിട്ടല്ലേ? യോഗ്യത ഉള്ളതുകൊണ്ടല്ലേ അവരെ മത്സരിപ്പിച്ചത്? യോഗ്യത ഉള്ളതുകൊണ്ടാണ് അവർ മത്സരിപ്പിച്ചത്. അവർ മത്സരിച്ചപ്പോൾ അവർ ജയിച്ചു വന്നപ്പോൾ അവർ നല്ല മന്ത്രിമാരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരാണ്, എല്ലാം ചെയ്തവരാണ്. ഞാൻ പറഞ്ഞു നമ്മൾ പാർട്ടിയിലൊരു തീരുമാനം എടുത്തെന്താണ്, ഒരു 10-75 വയസ്സായി കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് തന്നെ മാറി അത്യാവശ്യം പാർട്ടി അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. കുട്ടനാട് എത്ര തവണ മത്സരിച്ചെന്ന് കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. ഇത്രയും കൂടുതലാണ് മത്സരിച്ച ആളോട് വേറെ ആളില്ല ജില്ലയിൽ. ആലപ്പുഴ ജില്ലയിൽ ഇത്രയും തവണ എത്ര ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയെടുത്തു. എനിക്കറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ചതാണ്. അത് അദ്ദേഹം യോഗ്യനായതുകൊണ്ടാണ്, അത് വേറെ കൊണ്ടതല്ല. അദ്ദേഹം യോഗ്യനായതുകൊണ്ടും അദ്ദേഹം നിന്നാൽ ജയിക്കണം എന്നുള്ളതുകൊണ്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഭരണാധികാരി എന്നിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള പാർട്ടിക്കുള്ള ഉറ്റ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം കൊണ്ട് മത്സരിപ്പിച്ചത്. അദ്ദേഹം